സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അടിസ്ഥാന പാഠാവലിയിലെ പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ഒരു പദ്യഭാഗമാണ്. ഓർക്കുന്നില്ലേ? ഏതായിരുന്നു ആ പദ്യഭാഗം? ശ്രീമതി വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന ഒരു കവിത. എന്തായിരുന്നു ആ കവിതയുടെ ഉള്ളടക്കം? നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു? ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി മുന്നേറാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ആ ഒരു കവിത. അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് ഇരുൾക്കുഴിയിലും അമ്മ എന്ന സ്നേഹദീപം നമുക്ക് വഴികാട്ടിയായി തീരും. അമ്മ ഒരു നന്മ തന്നെയാണ്, അതായത് അമ്മയും നന്മയും ഒന്നാണ് എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കവിതയായിരുന്നു വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന അമ്മ കവിത. ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് അതേ യൂണിറ്റിലെ, ഏതാണ് യൂണിറ്റ്? പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ഒരു പാഠഭാഗത്തിലേക്കാണ്. ആ പാഠഭാഗത്തിന്റെ പേര് ആ വാഴവെട്ട് എന്നാണ്. അപ്പൊ ആ ഒരു പാഠഭാഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ, ആ വാഴവെട്ട് എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വാഴയും കൃഷിയും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രതിപാദ്യം. അപ്പോ ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ആ ഒരു പാഠഭാഗം സാഹിത്യത്തിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്നും അത് എഴുതിയത് ആരാണെന്നും ആ എഴുത്തുകാരന്റെ കൃതികളെക്കുറിച്ചും ആ എഴുത്തുകാരനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വാഴവെട്ട് എന്നത് കഥ, ഒരു കഥയാണ്, ഒരു ചെറുകഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്തനായ ശ്രീ പൊൻകുന്നം വർക്കി ആണ്. സാഹിത്യ ലോകത്ത് ഇദ്ദേഹം എത്രമാത്രം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും കഥകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെയാണെന്നും സവിശേഷതകൾ എന്തൊക്കെയാണെന്നും കുറച്ചു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴും അത് എഴുതിയ സാഹിത്യകാരന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സാന്ദ്ര സൗഹൃദമാരായിരുന്നു? രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായ രാമപുരത്ത് വാര്യർ. രണ്ടാമത്തേതോ പി സുരേന്ദ്രൻ, അമ്മമ്മ എന്നുള്ള അനുഭവ കുറിപ്പ് എഴുതിയ പി സുരേന്ദ്രൻ മാഷിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. മൂന്നാമത്തേത് ഏറ്റവും വളരെ കാലം മുമ്പ് തന്നെ ജീവിച്ചിരുന്ന ഹാസ സാഹിത്യകാരനായ EV കൃഷ്ണപിള്ളയുടെ ഭദ്ര എന്ന ഒരു പാഠഭാഗം. അതിനിപ്പുറത്തേക്ക് വരുമ്പോഴോ നമ്മളിപ്പോ പരിചയപ്പെട്ട ശ്രീമതി വിജയലക്ഷ്മിയുടെ ഒരു കവിത. ഇനി നമുക്ക് പൊൻകുന്നം വർക്കി ആരായിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കഥകളിലെ പ്രധാന വിഷയം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1910 ജൂലൈ 1 ആലപ്പുഴ ജില്ലയിലെ എടത്വായിലാണത്രേ അദ്ദേഹത്തിന്റെ ജനനം. മലയാളത്തിലെ പുരോഗമന സാഹിത്യകാരൻ, കോൺഗ്രസ് പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥാസവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ സാധാരണക്കാരുടെ ജീവിത സ്പന്ദനങ്ങളാണത്രേ അദ്ദേഹം തന്റെ കഥയിൽ കഥാവിഷയങ്ങളായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ധാരാളം വേറിട്ട് നിൽക്കുന്ന കഥാരചനയിൽ തന്റേതായ വഴി വെട്ടിത്തുറന്ന് അതിലൂടെ സഞ്ചരിച്ച ഒരു കഥാകാരനായിരുന്നു പൊൻകുന്നം വർക്കി. അപ്പൊ തനിക്ക് സാധാരണയായി നമ്മൾ കാണാറുണ്ട്, പ്രസംഗിക്കുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിലേക്ക്. പക്ഷെ ഇതായിരുന്നില്ല അദ്ദേഹത്തിന്റെ രീതി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ശരിയെന്നോ തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വെട്ടിത്തുറന്നു പറയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അത്രേ ശ്രീ പൊൻകുന്നം വർക്കി. അദ്ദേഹം അന്നത്തെ നിലവിലിരുന്ന ഭരണവ്യവസ്ഥയെ പോലും, ദിവാൻ ഭരണമായിരുന്നു അന്ന്, ആ ഭരണവ്യവസ്ഥയെ പോലും തന്റെ കഥയിലൂടെ ചോദ്യം ചെയ്ത ഒരു കഥാകാരനായിരുന്നു പൊൻകുന്നം വർക്കി. ആ കഥയുടെ പേരാണ് മോഡൽ എന്നൊരു കഥയുണ്ട്. അപ്പൊ ആ കഥയിലൂടെയായിരുന്നത്രേ അന്നത്തെ ദിവാൻ ഭരണത്തിനെതിരായി അദ്ദേഹം ശബ്ദമുയർത്തിയത്. പൊൻകുന്നം വർക്കിയുടെ സാഹിത്യ സവിശേഷതകളെ കുറിച്ച് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തേതായി, തന്റെ കൃതികളിലൂടെ സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ച ഒരു എഴുത്തുകാരനായിരുന്നത്രേ പൊൻകുന്നം വർക്കി. അപ്പൊ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയോടും ഒക്കെ തന്നെ പ്രതികരിച്ച ഒരു എഴുത്തുകാരൻ. അതോടൊപ്പം തന്നെ മണ്ണിനോട് മമതയുള്ള ഒരു എഴുത്തുകാരനായിരുന്നത്രേ. സാധാരണക്കാരായ കർഷകരുടെ പ്രശ്നങ്ങളെ
ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന ചിന്തയോടുകൂടി തന്റെ തൂലിക ചലിപ്പിച്ച സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു എഴുത്തുകാരനായിരുന്നു പൊൻകുന്നം വർക്കി. അതേപോലെ തന്നെ അനീതികളെയും അക്രമങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ജനദ്രോഹപരമായ സർക്കാരിന്റെ ഏത് നടപടികളെയും നഖശിഖാന്തം എതിർത്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഒരു സാഹിത്യകാരൻ കൂടിയാണ് പൊൻകുന്നം വർക്കി. അത് താൻ വിശ്വസിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇനിയല്ല താൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതമാണെങ്കിലും കൂടി ആ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും മതത്തിലുള്ള അധികാരങ്ങളെയും അതോടൊപ്പം തന്നെ പാർട്ടിയിലുള്ള പലതരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെയും മുൻപിൻ നോക്കാതെ മുഖം നോക്കാതെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കഥയും ലേഖനങ്ങളും പ്രസംഗങ്ങളും നാടകങ്ങളും ഒക്കെ എഴുതിയ ഒരു സാഹിത്യകാരനായിരുന്നു പൊൻകുന്നം വർക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പലരിൽ നിന്നും പലതരത്തിലുള്ള ശത്രുതയും പിടിച്ചു വാങ്ങേണ്ടി വന്ന ഒരു എഴുത്തുകാരനായിരുന്നു. തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അത്രേ, ഒരു കഥാകാരൻ കൂടിയായിരുന്നു അത്രേ, അഭിമാനശാലിയായ ഒരു കഥാകാരൻ കൂടിയായിരുന്നു അത്രേ പൊൻകുന്നം വർക്കി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന കഥയിലെ കഥാപാത്രമായ മാർക്കോസ് ചേട്ടനും അഭിമാനിയായ ഒരു കർഷകനാണ്. അപ്പൊ തന്റെ നിലപാട് തന്നെയാണത്രേ തന്റെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം പകർത്തിക്കൊടുത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേപോലെ മനുഷ്യസ്നേഹിയായ ഒരു എഴുത്തുകാരൻ, മനുഷ്യരുടെ വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ തന്റെ തൂലികത്തുമ്പിലൂടെ ലോകത്തെ അറിയിച്ച, ഭരണവ്യവസ്ഥിതിയെ അറിയിച്ച ഒരു കഥാകാരൻ കൂടിയാണ്, ഒരു സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ പൊൻകുന്നം വർക്കി. അപ്പൊ നമുക്ക് ഇനി അടുത്തതായി അദ്ദേഹത്തിന്റെ കൃതികളെ ഏതൊക്കെ കൃതികളാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ എക്കാലത്തെയും പ്രശസ്തമായ ഒരു കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ എന്നുള്ള ചെറുകഥ. കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെ മനോഹരമായ ഒരു കഥയാണ്. അപ്പൊ ലോക ചെറുകഥാ സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായ 7 കഥകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്നൊരു കഥയാണ്. മലയാളത്തിൽ എക്കാലത്തെയും വായിക്കപ്പെടുന്ന ഒരു കൃതി, മലയാളത്തിന് അഭിമാനമായ ഒരു കൃതിയാണത്രേ ശബ്ദിക്കുന്ന കലപ്പ. അതിലും നമ്മുടെ ഈ കഥയിലെ പോലെ തന്നെ ഒരു കർഷകനാണ്, മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകന്റെ കഥ പറയുന്ന ഒരു ചെറുകഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. അതേപോലെ തന്നെ മോഡൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോഡൽ എന്നൊരു ചെറുകഥ, അതും ഇതുപോലെ തന്നെയാണത്രേ. ഭരണവ്യവസ്ഥിതിയോട്, ദിവാൻ ഭരണത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം ആ ഒരു കഥയിലൂടെയാണത്രേ അദ്ദേഹം രംഗത്ത് കൊണ്ടുവന്നത്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്. കതിര് കാണാക്കിളി, സ്വർഗം നാണിക്കുന്നു, നാട്ടുവെളിച്ചം, നിവേദനം, ആരാമം, ദാഹം, പൂപ്പാലിക തുടങ്ങി ധാരാളം കൃതികൾ നമ്മുടെ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത അനശ്വരനായ ഒരു സാഹിത്യകാരനാണ് ശ്രീ പൊൻകുന്നം വർക്കി. 2004 ജൂലൈ 2-ാം തീയതി അദ്ദേഹം കഥാവശേഷനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്തരിച്ചു. വള്ളത്തോൾ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം, അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ അന്നും ഇന്നും വായനക്കാരുള്ള, അന്നും ഇന്നും പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാകാരൻ തന്നെയാണ് ശ്രീ പൊൻകുന്നം വർക്കി. ഇനി നമുക്ക് ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിലേക്ക്. 1940കളിലെ മധ്യ കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പൊൻകുന്നം വർക്കിയുടെ മിക്ക കഥകളിലെയും പ്രമേയം. ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിലെ പ്രമേയവും ഇതുതന്നെയാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം മാർക്കോസ് ചേട്ടനാണ്. നല്ല അനുഭവജ്ഞാനമുള്ള ഒരു കർഷകനാണ് മാർക്കോസ് ചേട്ടൻ. അപ്പോ മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൽ പണിയെടുത്താൽ പൊന്നു വിളയിക്കാം എന്നുള്ള ചിന്തയോടുകൂടി മണ്ണിനെ സ്നേഹിച്ച് മുന്നോട്ടേക്ക് ജീവിതം നയിക്കുന്ന ഒരു കർഷകൻ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം കാർഷിക സംസ്ഥാനമാണ്, കാർഷിക കേരളം എന്നൊക്കെയാണ് പറയാറുള്ളത്. കൃഷിയായിരുന്നു നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ കേരളക്കാരുടെ അടിസ്ഥാന ഉപജീവന മാർഗം. കൃഷിയായിരുന്നു എന്നാ പറഞ്ഞു. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആരും താല്പര്യപ്പെടുന്നില്ല. കാലാവസ്ഥ ചതിക്കുന്നു, കാട്ടുമൃഗങ്ങൾ ചതിക്കുന്നു, അതോടൊപ്പം തന്നെ കൃഷി ഇറക്കാനുള്ള സാമ്പത്തികമായ കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് കർഷകർക്കില്ല. ഇന്ന് നമ്മുടെ പത്രം എടുത്തു നോക്കിയാൽ തന്നെ, മാധ്യമങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാട്ടുമൃഗങ്ങളെ ഇറങ്ങി വിളകളെല്ലാം നശിപ്പിക്കുന്നു,
കർഷകർ തിരിച്ചടക്കാൻ ലോൺ എടുത്ത് അവർ കൃഷി ഇറക്കുന്നു. പക്ഷെ തിരിച്ചടക്കാൻ നേരത്തിൽ കൃഷിയെല്ലാം നഷ്ടമാകുമ്പോൾ അവർക്ക് അവരുടെ ലോൺ അടക്കാനുള്ള പണവും ലഭിക്കുന്നില്ല. അങ്ങനെ ആത്മഹത്യയിലേക്ക് വഴിമാറുന്ന ഒരുപാട് കർഷകർ. എല്ലാം കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ കൃഷി ഒരു നല്ല ഉപജീവന മാർഗമല്ലാതായി തീർന്നിരിക്കുന്നുവോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതാണ്. അതിന് കാരണക്കാർ ആരാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കെല്ലാം തന്നെ ആ കർഷകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒന്നും തന്നെ ഇന്ന് നമുക്ക് ഭരണ സംവിധാനമോ മറ്റു കാര്യങ്ങളോ മറ്റു ജനങ്ങളോ ഒന്നും തന്നെ തയ്യാറാവാത്ത ഒരവസ്ഥ. ആ അവസ്ഥയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണോ ഈ ഒരു കഥ നമ്മുടെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാഠഭാഗത്തിന്റെ തുടക്കം തന്നെ അനുഭവജ്ഞാനമുള്ള ഒരു കർഷകനാണ് മാർക്കോസ് ചേട്ടൻ എന്ന് തെളിയിക്കുന്ന വിവരണത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. എന്താ? കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലാണെങ്കിൽ എങ്കണ്ണിനോളം. കുംഭത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും എന്നൊരു വിവരണത്തോടു കൂടിയാണ് കഥ. അപ്പൊ അനുഭവജ്ഞാനമുള്ള മണ്ണിനെ അറിയുന്ന, മണ്ണിന്റെ ഗന്ധമറിയുന്ന ഒരു കർഷകനാണ് ഈ മർക്കോസ് ചേട്ടൻ. അടുത്ത വിവരണത്തിലേക്ക് പോകുമ്പോൾ മർക്കോസ് ചേട്ടൻ എന്ന കഥാപാത്രത്തെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് പൊൻകുന്നം വർക്കി. എന്താ അത്? അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനാണെന്ന് വിളിച്ചു പറയും. നോക്കിയേ, അയാളുടെ ആ മർക്കോസ് ചേട്ടന്റെ സൂക്ഷ്മ വർണ്ണനയാണ്. കുംഭത്തിലെ കാലുകൊള്ളുന്ന വെയിലത്ത് നിന്ന് അയാൾ നിലമൊരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പു ചോലകൾ അങ്ങനെ ഒഴുകുന്നു. അപ്പോ മണ്ണിനെ അറിഞ്ഞ് മണ്ണിനോട് പടവെട്ടി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകൻ. അപ്പോ എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരവും വളഞ്ഞ നട്ടെല്ലും. അയാളുടെ നട്ടെല്ല് മണ്ണിനോട് മാത്രമേ വളയുന്നുള്ളൂ. മറ്റാരുടെ മുന്നിലും അയാൾ നട്ടെല്ല് വളക്കാതെ അഭിമാനിയായി നിൽക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് മർക്കോസ് ചേട്ടൻ. പക്ഷെ അത് അധ്വാനിയാണ് മർക്കോസ് ചേട്ടൻ എന്ന് പറയുമ്പോഴും ഒരുപാട് അധ്വാനിച്ചിട്ടും മണ്ണിൽ പൊന്നു വിളയിച്ചിട്ടും ആ കർഷകന്റെ ദുരിതങ്ങൾ തീരുന്നില്ല എന്നൊരു ചിത്രം കൂടി നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാം. എന്താ? എല്ലുകൾ ഉന്തി നിൽക്കുന്ന ശരീരം. കുമ്പിട്ട് നിന്ന് കിളച്ച് അയാൾ മണ്ണിനോട് മല്ലടിക്കുന്ന ഒരു കർഷകനാണെന്നറിയാം. അതോടൊപ്പം തന്നെ എത്ര കൃഷി ചെയ്താലും കർഷകന്റെ ദുരിതം ഒരിക്കലും തീരുന്നില്ല എന്നൊരു ചിന്ത കൂടി നമുക്ക് ഈ പ്രസ്താവനയിലൂടെ വായിച്ചെടുക്കാം. അങ്ങനെ അദ്ദേഹം കിടക്കുന്നു, അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ദാഹം തോന്നി. അദ്ദേഹത്തിന്റെ മകളായ റാഹേലിനെ, രണ്ടാമത്തെ കഥാപാത്രമാണ് വരുന്നത്. ആദ്യത്തെ കഥാപാത്രം മാർക്കോസ് ചേട്ടൻ, രണ്ടാമത്തെ കഥാപാത്രം അദ്ദേഹത്തിന്റെ മകളെ റാഹേലിനെ വിളിച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത് കുടിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം തമാശ രൂപത്തിൽ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച്, അന്നത്തെ കാലത്ത് 1940കളിൽ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് കൂടി നമ്മളെ, സാമൂഹിക അവസ്ഥയെക്കുറിച്ച് കൂടി നമ്മളെ മനസ്സിലാക്കുകയാണ്. എന്താ അത്? അത് റേഷൻ അരി പോലും, പുഴുക്കലരി പോലും കിട്ടാത്ത ഒരു സാഹചര്യം. എല്ലാ കടകളിലും പച്ചരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തികന്നില്ല അപ്പോഴത്തേക്കും വെന്തു എന്നാണ് റാഹേൽ പറയുന്നത്. ഒന്ന് തിളച്ചില്ല, അപ്പോഴത്തേക്കും അരി വെന്തുപോയി. ഇനി അരിയിലാവട്ടെ കല്ലും നെല്ലും അതൊക്കെ നമുക്ക് സഹിക്കാം, പക്ഷെ അതിനകത്ത് പുഴുക്കളും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ മർക്കോസ് ചേട്ടൻ തമാശ രൂപത്തിൽ പറയുന്നു, ഇച്ചിരി കഞ്ഞിവെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ സൂപ്പാണല്ലോ പെണ്ണെ നീ എനിക്ക് തന്നത് എന്ന് മകളോട് പറയുന്നു. അപ്പൊ ആ നോമ്പുകാലത്ത് മാംസാഹാരം ക്രിസ്ത്യാനികൾക്ക് നിഷിദ്ധമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ആ കഞ്ഞിവെള്ളത്തിലും ഈ പറയുന്ന പോലെ ഉറങ്ങുന്ന പുഴുക്കളെ കുടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നല്ലോ പെണ്ണെ എന്ന് തമാശ രൂപത്തിൽ പറയുന്ന മർക്കോസ് ചേട്ടൻ. അപ്പൊ നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥ എത്ര തന്നെ മണ്ണിൽ അധ്വാനിച്ചാലും ഒരു നേരത്തെ കഞ്ഞിവെള്ളം പോലും ശരിയായി കുടിക്കാനില്ലാത്ത കർഷകന്റെ ദുരിതപൂർണമായ അവസ്ഥയെ കൂടി ചിത്രീകരിക്കുകയാണ് പൊൻകുന്നം വർക്കി ആ ഒരു പ്രസ്താവനയിലൂടെ. വായിച്ചു പോകുമ്പോൾ വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കഥയാണ് ആ വാഴവെട്ട്. കഥാഭാഗം നന്നായി വായിച്ചു നോക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ വിശദീകരണവും എല്ലാം തന്നെയായിട്ട് നമുക്ക് പരസ്പരം കാണാം. ഇപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.